പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ജൈത്ര യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ കടയ്ക്കലിനടുത്ത് ഒരു ചേട്ടൻ്റെ വീട്ടിൽ അടുക്കള സ്ലാബിനടിയിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് അദ്ദേഹം വിളിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും കറങ്ങി ചുറ്റി അദ്ദേഹത്തിൻ്റെ വീടിനടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. എന്തായാലും നമുക്കിനി സമയം കളയാനില്ല. അതുമാത്രമല്ല, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥിക്കും ക്ഷമകെട്ട് കാണും, വീട്ടിലെ ചേട്ടനും ക്ഷമകെട്ട് കാണും. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ പരിചയപ്പെടുത്താം. ആ സ്ഥലത്തേക്ക് യാത്രയാണ്. ഇവിടെയൊക്കെ കണ്ടുവരുന്നത് കാട്ടുപാമ്പ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും. കാരണം അതിവിടെയൊക്കെ ഈ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ടേ, മരങ്ങളൊക്കെ ഒരുപാട് കൃഷി ചെയ്യാവുന്നത് റൂറൽ ഏരിയ അല്ലേ. അപ്പോൾ അതായിരിക്കാണ് സാധ്യത. തല ചെറിയൊരു സാധനം ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു അല്ലേ. ഇത് തന്നെ അതായിരിക്കുന്നു, സാധ്യതയില്ല. അതിനകത്തല്ലേ, അവിടെയല്ലേ. എന്തായാലും ഈ വീട്ടിനകത്തേക്ക് അറിയാം, നമുക്ക് സാധാരണ ഒരു കൊച്ചു വീടാണ്. ചെറിയ ഒരു പാമ്പിനെ കണ്ടു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ തയ്യൽക്കടയാണ്. അദ്ദേഹം തയ്യൽക്കടയിൽ ആരുടെയോ ഷർട്ട് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ അമ്മ വിളിച്ചു പറഞ്ഞത് പാമ്പ് കണ്ടുവന്നു. എന്തായാലും അദ്ദേഹം വെട്ടിയ ഷർട്ടിന് അളവ് മാറിപ്പോയെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഈ റൂമിനകത്താണ് അതിഥിയെ കണ്ട്, ഈ വർക്കരിക്കകത്താണ് അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം ആ അതിഥി എവിടെയാണ് ഇരിക്കുന്നത്, ആരാണ്. കണ്ടു അതിഥിയെ. വലിയ രാജവെമ്പാല അല്ല, ചെറിയ മൂർഖൻ അല്ല, നമ്മുടെ അമ്മമാരുടെ, ഇവിടുത്തെ അമ്മയുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആയ, വീടുകളുടെ പരിസരത്ത് നിത്യ സന്ദർശകൻ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ ചേര അദ്ദേഹമാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ നമ്മുടെ അതിഥിയെ. ചേര അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എലിയാണ്. ഈ എലിയെ പിടിക്കാനായിരിക്കാം അല്ലെങ്കിൽ തവളയായിരിക്കാം, ഈ രണ്ടിലേതെങ്കിലും ഒരു ആളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ഈ കണ്ട കുഞ്ഞൻ ചേരയുടെ വയറ്റിൽ അമ്മയുടെ കൂട്ടുകാരിയാണ്, ഫീമെയിൽ പെൺ ചേരയാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എലിയാണോ തവളയാണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് തവളയാണെന്നാണ്, കാലിൻ്റെ ഭാഗം തള്ളി പ്രൊജക്റ്റ് ചെയ്ത വയറ്റിലോട്ട് നിൽക്കുന്നു. തവളയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വയറ്റിൽ. എന്തായാലും നമ്മുടെ ഈ ഇവിടുത്തെ വീട്ടിലെ അമ്മയുടെ കൂട്ടുകാരി, അമ്മയ്ക്ക് ഇവിടെ ഈ വീട്ടിൽ ചേട്ടൻ ജോലിക്ക് കഴിഞ്ഞാൽ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൂട്ടില്ല. ആ അമ്മയ്ക്ക് കൂട്ടായി വന്ന ഈ കുഞ്ഞൻ ചേരയെ നമുക്കെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഈ സ്ഥലത്ത് തന്നെ നമുക്ക് തുറന്നു വിടാം. അപ്പം നമ്മുടെ ദൗത്യം ഇവിടെ കഴിയും. എന്തായാലും ഇന്നത്തെ യാത്ര ഐശ്വര്യത്തിൻ്റെ യാത്രയാണ്. കാരണം നമ്മുടെ ടീം ഒരുമിച്ച് സഞ്ചരിച്ചിട്ട് ഏകദേശം 3-4 ദിവസമായി. അതിനുശേഷം ആദ്യത്തെ യാത്രയാണ്. ഈ ആദ്യത്തെ യാത്രയിൽ ആദ്യമായി കിട്ടിയ അതിഥി, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാൻ വന്ന അതിഥി, 1 വയസ്സിന് 1.5 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കുഞ്ഞു ചേര, പെൺചേര, ഫീമെയിൽ ചേരയാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പ്രഭാത ഭക്ഷണം ഉണ്ട്. തവളയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന് നമ്മൾ പിടിച്ച് ദൂരെയൊന്നും കൊണ്ടുവിടേണ്ട കാര്യമില്ല. കാരണം ഇത് റൂറൽ ഏരിയയാണ്. ഈ ചേട്ടൻ്റെ വീടിൻ്റെ ചുറ്റും ഈ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരത്തിൽ വീടുകളില്ല, ഒഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ ഇവിടുത്തെ വീട്ടിലെ അമ്മയുടെ കൂട്ടുകാരിയായ ഈ ചേരയെ നമ്മൾ പിടികൂടി. ഈ അമ്മയ്ക്ക് വീണ്ടും കൂട്ടായി ഈ ചേര ഇവിടെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് ഈ അതിഥിയെ ഇവിടെ തന്നെ തുറന്നുവിടാം. എന്നിട്ട് നമ്മുടെ
ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്താൽ നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ അഡ്രസ്സ് എഴുതി വാങ്ങുക, അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒത്തിരി ഒട്ടനവധി കോളുകൾ തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലയിലായിട്ട് നമുക്ക് കോളുകൾ വന്നിട്ടുണ്ട്. വളരെ ദൂരത്തിലൊരു ചരുക, ഒരു വീട്ടിനകത്ത് കണ്ട പാമ്പിനെ ചരുവം വെച്ച് കമിഴ്ത്തി, ഒരു ബക്കറ്റ് വെച്ച് കമിഴ്ത്തി വെച്ച് കല്ല് വെച്ചിരിക്കുന്നു എന്ന് അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ അവറുകൾ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം വീട്ടിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, ഈ അതിഥിയെ തുറന്നുവിടാം. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ചേര അതിഥികളെ പരിചയപ്പെട്ടതാണ്. കേരളത്തിൽ ഒരിനം ചേര മാത്രമേ ഉള്ളൂ. ചേര എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരിനം ചേര മാത്രമേ ഉള്ളൂ. പക്ഷേ ഏഴോളം കളറുകളിൽ കേരളത്തിൽ ചേരകളെ കണ്ടുവരുന്നു. ഇപ്പോൾ ഈ കളർ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവരൊക്കെ പാമ്പിനെ കുറിച്ച് അറിഞ്ഞിടാത്തവർ വിചാരിക്കും അത് മൂർഖനാണെന്നൊക്കെ തെറ്റിദ്ധരും. കാരണം നല്ല കറുത്ത കലർന്ന് വന്നിരിക്കുന്നു. എന്തായാലും ഈ അതിഥിയെ ഈ 2 വയസ്സിനകത്ത് മാത്രം, 2 വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന ഈ പെൺ ചേരയെ നമ്മൾ തുറന്നു വിടുകയാണ്. ഈ സ്ഥലത്ത് തന്നെ തുറന്നു വിടുകയാണ്. അദ്ദേഹം ഈ അമ്മയ്ക്ക് കൂട്ടായി, ഈ ചേട്ടൻ പോകുമ്പോൾ ഈ അമ്മയ്ക്ക് കൂട്ടായി ഈ പറമ്പിൽ തന്നെ ഉണ്ടാകും.